ഒരാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. ക്രെയിൻ പോലും സുരക്ഷിതമായി നിർത്തിയിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. മോഷണം പോയത് 25 ലക്ഷത്തിന്റെ ഹെവി ക്രെയിൻ. അവസാനം പ്രതിപിടിയിൽ. സെൻട്രൽ ജയിൽ ഹരിത നെറ്റ് സീറോ കാർബൺ ജയിലാക്കി മാറ്റും. പദ്ധതിക്ക് തുടക്കം. സഹകാരികളോടുള്ള ശത്രുതാ മനോഭാവം. കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി സഹകരണ ജനാധിപത്യ വേദി. വയനാട് DCC ട്രഷററുടെ മരണം. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് സുധാകരൻ. സർക്കാരിന് താക്കീതുമായി ഉദ്യോഗസ്ഥരുടെ സൂചനാ സമരം. പ്രതിഷേധവുമായി കലക്ടറേറ്റിലേക്ക് മാർച്ച്. വൻ വാഗ്ദാനവുമായി കെ സുധാകരൻ. UDF അധികാരത്തിലെത്തിയാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും. PP ദിവ്യക്കെതിരെ ഒളിയമ്പുമായി മുഹമ്മദ് ഷമ്മാസ്. കോടികളുടെ ബിനാമി സ്വത്തിടപാട്. അടിസ്ഥാനരഹിത ആരോപണത്തിൽ നിയമ നടപടിക്കൊരുങ്ങി ദിവ്യ. കീഴുന്ന ബീച്ചിന് ശുചിത്വ സുന്ദര കേന്ദ്രം പ്രഖ്യാപനം നടത്തി. പുഷ്പോത്സവത്തിന് തിരക്കേറുന്നു. പ്രധാന ആകർഷണവുമായി ഇരപിടിയൻ സസ്യം. PP ദിവ്യക്കെതിരെ ആരോപണങ്ങൾ ശക്തമാക്കി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ്. ധൈര്യമുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ. ബിനാമി കമ്പനിയുമായി ബന്ധമില്ലെന്ന് പറയാൻ തയ്യാറാകുമോ എന്നും ഷമ്മാസ്. നോക്കാം വിശദമായ വാർത്തകൾ. കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് ഹെവി ക്രെയിൻ മോഷണം പോയി. ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തു നിന്നാണ് കൂറ്റൻ ക്രെയിൻ കടത്തിക്കൊണ്ടുപോയത്. നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള 25 ലക്ഷം രൂപ വിലമതിക്കുന്ന ഹെവി ക്രെയിനാണ് മോഷണം പോയത്. അന്വേഷണത്തിൽ ക്രെയിൻ കോട്ടയത്ത് നിന്നും കണ്ടെത്തി. പാത നിർമ്മാണം നടക്കുന്ന കുപ്പം പാലത്തിന് സമീപം ജനുവരി 18-നും 19-നും രാവിലെ 8:30-നും ഇടയിലുള്ള സമയത്താണ് നിർത്തിയിട്ട ക്രെയിൻ മോഷണം പോയതെന്ന് പരാതിയിൽ പറയുന്നു. കമ്പനി പ്രതിനിധി ആലപ്പുഴ സ്വദേശി S. സൂരജിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങി. ക്രെയിൻ മോഷ്ടിച്ചു പോകുന്നതിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിനെ ഹരിത നെറ്റ് സീറോ കാർബൺ ജയിലാക്കി മാറ്റുന്നതിന്റെ ഭാഗമായുള്ള കാർബൺ അളവ് കണക്കാക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചു. നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോഓർഡിനേറ്റർ ഡോക്ടർ TN സീമ ഉദ്ഘാടനം ചെയ്തു. നെറ്റ് സീറോ കാർബൺ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജയിലാണ് കണ്ണൂരിലേത്. വ്യക്തി പരിസ്ഥിതിക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിക്കുകയും ഹരിത ജയിലാക്കി കണ്ണൂരിലെ സെൻട്രൽ ജയിലിനെ മാറ്റുന്നതിന് പരിശ്രമിക്കുന്ന ജയിൽ സൂപ്രണ്ട് K. വേണുവിനെയും സഹപ്രവർത്തകരെയും അന്തേവാസികളെയും ഡോക്ടർ TN സീമ അഭിനന്ദിച്ചു. ജൈവ മാലിന്യങ്ങളെ ശാസ്ത്രീയമായി വേർതിരിച്ചുള്ള മാലിന്യ സംസ്കരണം ഇവിടെ നടക്കുന്നുണ്ട്. അതിന് ഏത് തരത്തിലുള്ള പിന്തുണയും നൽകുന്നതിന് ഹരിത കേരള മിഷനും ശുചിത്വ മിഷനും കൂടെ തന്നെയുണ്ട്. കതിരൂർ സഹകരണ ബാങ്ക് 400ഓളം ചെടികളും മുല്ലച്ചെടികളുമാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും ശ്ലാഘനീയമായ പ്രവൃത്തിയാണ് ബാങ്ക് ചെയ്തിരിക്കുന്നത്. ജലസംരക്ഷണം, മരങ്ങൾ, പക്ഷികൾ എല്ലാം സംരക്ഷിക്കുന്നതിന് ജയിൽ അന്തേവാസികളും ഉദ്യോഗസ്ഥരും ഏറെ പരിശ്രമമാണ് നടത്തുന്നത്. അതിൽ അവർ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. 4000ഓളം മരങ്ങൾ ജയിൽ വളപ്പിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഓരോ മരങ്ങളും എവിടെ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അതിന്റെ പേര്, ഉയരം ഇതെല്ലാം ഗൂഗിൾ മാപ്പ് സഹായത്തോടുകൂടി ചെയ്തിട്ടുണ്ട്. കേരളത്തിന് മുഴുവൻ തന്നെ മാതൃകയാക്കാവുന്ന ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. 1906 മുതലുള്ള രേഖകൾ സംരക്ഷിച്ച് മ്യൂസിയം ഒരുക്കാനും പദ്ധതി തയ്യാറാവുന്നുണ്ട്. കൂടാതെ മുല്ലകൃഷി നടുന്നതിനും വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നു. ശലഭോദ്യാനവും കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ പ്രത്യേകതയാണ്. പറയുന്ന കാര്യം വേർതിരിക്കേണ്ടത് മനുഷ്യരെയല്ല മാലിന്യത്തെയാണ് എന്നാണ്. മതവും രാഷ്ട്രീയവും ഒക്കെ വെച്ച് നമ്മൾ മനുഷ്യരെ വേർതിരിക്കാറുണ്ട്. പക്ഷെ ജാതിയും മതവും വെച്ചല്ല അങ്ങനെ മനുഷ്യരെ വേർതിരിക്കുകയല്ല വേണ്ടത്. മാലിന്യത്തെയാണ് വേർതിരിക്കേണ്ടത്. അഴുകുന്നതും അഴുകാത്തതും അപകടകാരിയായിട്ടുള്ളത്, പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നത്, ഇങ്ങനെ വേർതിരിക്കാൻ കഴിയണം. ഈ ജയിലിനുള്ളിലുള്ള മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യവും അങ്ങനെ വേർതിരിച്ചുകൊണ്ട്, ജൈവ മാലിന്യം വേർതിരിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണം ഇവിടെ നടക്കുന്നുണ്ട്. ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമുള്ള ഏത് പരിശീലനവും നൽകാൻ, ഏത് പിന്തുണയും നൽകാൻ ശുചിത്വ മിഷനും ഹരിത കേരള മിഷനും ഉണ്ട്. ക്ലീൻ കേരള കമ്പനി ഇപ്പോൾ തന്നെ ജയിലുമായിട്ട് ആ നിലയിലുള്ളൊരു ബന്ധം ലിങ്ക് ഉണ്ട്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ ഹരിത കേരള മിഷൻ എന്ന ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് മാതൃകയായിട്ട് സെൻട്രൽ മാറുന്നതാണ്. സെൻട്രൽ ജയിൽ സൂപ്രണ്ട് KV വേണു അധ്യക്ഷത വഹിച്ചു. ജയിൽ ജോയിന്റ് സൂപ്രണ്ട് പ്രവീഷ് TJ, ഹരിത കേരള മിഷൻ ജില്ലാ കോഓർഡിനേറ്റർ EK സോമശേഖരൻ, ശ്രീജിത്ത് ചോയാൻ, KM സുനിൽകുമാർ, ക്ലീൻ കേരള കമ്പനി ജില്ലാ മാനേജർ ഫിലിപ്പ്, KJEOA സംസ്ഥാന സെക്രട്ടറി PT സന്തോഷ്, KJEOA മേഖലാ സെക്രട്ടറി KK ബൈജു, സെൻട്രൽ ജയിൽ വെൽഫെയർ ഓഫീസർ രാജേഷ് T, ഹരിതസ്പർശം കോർഡിനേറ്റർ AK ഷിനോജ് തുടങ്ങിയവർ സംസാരിച്ചു.
സഹകരണ ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ സഹകാരികൾ കണ്ണൂർ കലക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി. കേരള സർക്കാർ പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന അനീതി അവസാനിപ്പിക്കുക, നിക്ഷേപങ്ങൾക്ക് നൽകി വരുന്ന പലിശ നിരക്ക് ഏകീകരിച്ച നടപടി പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന സമരം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ്. പ്രാദേശിക തലത്തിലുള്ള വികസനത്തിനു വേണ്ടി ബാങ്കിംഗ് ഇടപാടുകൾ അവരുടെ നാട്ടിൽ തന്നെ നടത്തുന്നതിനും കൂടി വേണ്ടിയാണെന്നും അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. സഹകരണ മേഖലയിലെ ജനാധിപത്യം രാഷ്ട്രീയ പകപോക്കൽ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ അട്ടിമറിക്കപ്പെടുന്നത് സഹകരണ മേഖലയ്ക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കുന്നത്. ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിച്ചു എന്ന് പറയുകയും അതിനു വിരുദ്ധമായി സംസ്ഥാന സർക്കാർ ഒരു ഏകീകൃത സോഫ്റ്റ്വെയർ പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട രണ്ട് സർക്കാരുകളും ഒരുവിധത്തിലും മുന്നോട്ടു പോകാതെ ഈ മേഖലയിൽ സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണെന്നും മാർട്ടിൻ ജോർജ് കൂട്ടിച്ചേർത്തു. ഇത്തരത്തിലുള്ള സഹകരണ പ്രസ്ഥാനം ഈ രാജ്യത്ത് കൊണ്ടുവന്നത് സാധാരണക്കാരുടെ ഉന്നമനത്തിനു വേണ്ടിയാണ്. അവരുടെ പ്രായോഗികമായി അവരുടെ സാധാരണക്കാരുടെ ആ ഗ്രാമീണരുടെ പ്രാദേശിക തലത്തിൽ അത്തരത്തിലുള്ള വികസനത്തിന് വേണ്ടി അവരവരുടെ വിഷയങ്ങൾ, ബാങ്ക് ഇടപാടുകൾ സാധാരണക്കാർക്ക് അവരുടെ നാട്ടിൽ നടത്തുന്നതിന് വേണ്ടി സഹകരണ പ്രസ്ഥാനങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഉണ്ടാക്കിയുള്ള ആ ഒരു സഹകരണ പ്രസ്ഥാനത്തെ ഇന്ന് കൊല്ലുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഹകരണ പ്രസ്ഥാനങ്ങളെ സംരക്ഷിച്ചു നിർത്തേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചടങ്ങിൽ രഞ്ജിത്ത് നാറാത്ത് അധ്യക്ഷത വഹിച്ചു. KM ശിവദാസൻ, മുണ്ടേരി ഗംഗാധരൻ, M രാജു, ജെയ്സൺ തോമസ്, ലക്ഷ്മണൻ തുണ്ടിക്കോത്ത്, VT തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. കുടുംബത്തോട് സഹതാപമുണ്ടെന്നും കുടുംബത്തെ സന്ദർശിക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി. അന്വേഷണത്തെക്കുറിച്ച് അറിയില്ലെന്നും തനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും K സുധാകരൻ പറഞ്ഞു. തന്നെ കേസിലേക്ക് വലിച്ചിഴക്കുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സുധാകരൻ ആരോപിച്ചു. അന്വേഷണ സംഘം തന്നെ വന്ന് കണ്ട് സംസാരിച്ച് ബോധ്യപ്പെടുത്തട്ടെ എന്നും K സുധാകരൻ കൂട്ടിച്ചേർത്തു. പോലീസുകാരോട് പോയി ചോദിക്കും, അദ്ദേഹത്തിന് അറിവുണ്ടോ, അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് നടന്നത്, അദ്ദേഹം ഇതിനകത്ത് പൈസ അടിച്ചിട്ട് മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ അവിടെ ചോദിച്ചോ. അത് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. സഹകരിക്കലല്ല, അതിനോട് എന്താ പ്രതികരിക്കേണ്ടത് എന്നുള്ളത് ഞാൻ അപ്പം തീരുമാനിക്കും. നിയമപരമായി ഇങ്ങനെ അത് തന്നെ പ്രതികരിക്കണമെന്ന് എനിക്ക് നന്നായി ബോധ്യമുണ്ട്. ഞാൻ ഒരുപാട് കേസ് നടത്തി വളർന്നു വന്നയാളാണ്. പിണറായി വിജയന് ബുദ്ധിയുള്ള കാലം മുതൽ എന്നെ കേസിൽ പ്രതിയാക്കുന്നുണ്ട്. ആ ഒരുപാട് ക്രിമിനൽ കേസിലായാലും എല്ലാ കേസിലും ഞാൻ പ്രതിയാക്കേണ്ടതുണ്ട്. എന്നെ കേസൊന്നും ആരും പഠിപ്പിക്കണ്ട. ഞാൻ ലോയറുമാണ്, ഞാൻ പഠിച്ചവനുമാണ്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ലോ എഡ്യൂക്കേഷൻ എനിക്കുണ്ട്, അതൊക്കെ എനിക്കറിയാം. ഞാൻ കേസ് ഒരുപാട് നടത്തി ശീലമുള്ളവനാണ്. അതുകൊണ്ട് അതിലൊന്നും എന്നെ പേടിപ്പിക്കാനും പറപ്പിക്കാനൊന്നും ആരും നോക്കണ്ട. നിങ്ങളും നോക്കരുത്, അതിന് മെനക്കെടണ്ട കേട്ടോ. ഇനിയൊരു ഇടവേള. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ട പിണറായി വിജയൻ സർക്കാർ രാജിവെക്കണമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. സെറ്റോവിന്റെ നേതൃത്വത്തിൽ പണിമുടക്കിയ സർക്കാർ ജീവനക്കാരും അധ്യാപകരും കണ്ണൂർ കലക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയൻ എന്ന് പറയുന്ന തൊഴിലാളി വർഗത്തിന്റെ അപ്രതിരോധനായ പോരാളി ഭരിക്കുന്ന ഈ കൊച്ചു സംസ്ഥാനത്ത് എവിടെയാണ് ഭരണം, എവിടെയാണ് ജനങ്ങളുടെ അനുഭവം?
പട്ടിണി കിടക്കുന്ന നാടായി ഈ നാടിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. സർക്കാരിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധിക്കാത്ത കരിമകെട്ടവനാണ് പിണറായി എങ്കിൽ രാജിവെച്ച് മുൻപോട്ട് പോകാൻ പിണറായിയെ ജനം സമ്മർദ്ദം കൊണ്ട് നിങ്ങൾ തയ്യാറാക്കും. ആരും പിറകോട്ട് പോകുമെന്ന് പിണറായി കരുതരുത്. ഇതിന് സമാധാനപരമായ സമരമായിരിക്കാം. നാളെ ഇതുപോലെ സമാധാനപരമായ സമരമാകണമെന്നില്ല. ആ സമരം കത്തിപ്പളരുന്ന ഒരു അഗ്നിയായ ആ സമരം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരും. കാരണം ഇവിടെ ജീവിക്കണം, ഇവിടെ ജീവിക്കാൻ സാധിക്കണം, ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കണം. ഇടതുപക്ഷത്തിലെ ആളുകൾ പോലും ഇടതുപക്ഷത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോ ഈ ഭരണത്തെ കുറിച്ച് ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം എന്ത് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നവീൻ ബാബുവിന്റെ ഭാര്യ ഉൾപ്പെടെ ഇന്ന് നടന്ന പണിമുടക്കിൽ പങ്കെടുത്തിരുന്നു. യോഗത്തിൽ സെറ്റോ ചെയർമാൻ MP ജനീഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ നേതാക്കളായ KK രാജേഷ് കന്നാസി, ഉണ്ണികൃഷ്ണൻ, ജയൻ ചാലിൽ, VP ജയേഷ്, NN ബെന്നി, P കൃഷ്ണൻ, മധുസൂദനൻ, ദിനേശൻ, KP ഫെമി, ബാബു K, ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. സെറ്റോ കൺവീനർ UK ബാലചന്ദ്രൻ സ്വാഗതവും ട്രഷറർ അനീസ് മുഹമ്മദ് നന്ദിയും പറഞ്ഞു. പണിമുടക്കിനെ തുടർന്ന് ജില്ലയിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടു. കോൺഗ്രസിന് കീഴിലുള്ള സർവീസ് സംഘടന സെറ്റോ ഭരണാനുകൂല സംഘടനയായ ജോയിന്റ് കൌൺസിലുമാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നതാണ് സമരസമിതിയുടെ പ്രധാന ആവശ്യം. 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണ്ണമായും അനുവദിക്കുക, ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക, മെഡിസെറ്റ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്കം. UDF അധികാരത്തിലെത്തിയാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് K സുധാകരൻ. സെറ്റോയുടെ നേതൃത്വത്തിൽ പണിമുടക്കിയ സർക്കാർ ജീവനക്കാരും അധ്യാപകരും കണ്ണൂർ കലക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ പൊതുയോഗത്തിൽ സംസാരിക്കുകയാണ് K സുധാകരന്റെ പ്രഖ്യാപനം. സമരത്തിലെ പ്രധാന ആവശ്യവും ഇതുതന്നെയായിരുന്നു. പെൻഷൻ ഞങ്ങൾ പിൻവലിക്കും, ആർക്കും വേണ്ട. ഇവിടെ ഞാനിന്ന് പ്രഖ്യാപിച്ച ഈ പ്രഖ്യാപനം വരാൻ പോകുന്ന ഭരണകൂടത്തിന്റെ മാറ്റത്തോടുകൂടി കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായി മാറുമെന്ന് ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നു. ഒറ്റയടിക്ക് ഈ നാടോട്, ഈ നാട്ടുകാരോട് നമുക്ക് ചെയ്തു തീർക്കാനുള്ള കർത്തവ്യത്തിന്റെ ഭാഗം മാത്രമാണ് എന്റെ പ്രഖ്യാപനം എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമരം ഉദ്ഘാടനം ചെയ്തതായ PP ദിവ്യയ്ക്ക് ബിനാമി സ്വത്ത് ഇടപാടുകളുണ്ടെന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ്. ഭർത്താവിന്റെയും ബിനാമികളുടെയും പേരിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി. ഭൂമി ഇടപാട് രേഖകളുമായി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് രംഗത്ത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ കരാറുകൾ ബിനാമി കമ്പനികൾക്ക് നൽകി. കമ്പനി ഉടമയായ ആസിഫിന്റെയും ദിവ്യയുടെ ഭർത്താവിന്റെയും പേരിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയെന്നും ഷമ്മാസ് ആരോപിച്ചു. എന്നാൽ അടിസ്ഥാനരഹിത ആരോപണത്തിൽ ഷമ്മാസിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി ദിവ്യ. മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെയാണ് ബിനാമി ഇടപാട് ആരോപണവുമായി P മുഹമ്മദ് ഷമ്മാസ് രംഗത്തെത്തിയത്. കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലുള്ള കമ്പനിക്ക് ദിവ്യയുമായി ബന്ധമുണ്ടെന്നും 11 കോടിയോളം രൂപയുടെ കരാറുകൾ ഇവർക്ക് നൽകി കമ്പനിയുടെ MD മുഹമ്മദ് ആസിഫ് ദിവ്യയുടെ നാട്ടുകാരനാണെന്നും ഇയാളും ദിവ്യയുടെ ഭർത്താവും പാലക്കയം തട്ടിന് സമീപം 4 ഏക്കറോളം ഭൂമി വാങ്ങിയെന്നും ദിവ്യയുടെ ഭർത്താവ് അജിത്തിന്റെ പേരിൽ 50 സെന്റോളം ഭൂമിയുണ്ടെന്നും ഷമ്മാസ് ആരോപിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനും ബിനാമി ഇടപാടിൽ പങ്കുണ്ടെന്നും KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആരോപിച്ചു. അതേസമയം ഷമ്മാസിനെതിരെ നിയമ നടപടിയെന്ന് PP ദിവ്യ. അടിസ്ഥാനരഹിതമായ ആരോപണമാണ് KSU നേതാവ് P മുഹമ്മദ് ഷമ്മാസ് ഉന്നയിച്ചത്. പാലക്കയം തട്ടിൽ 14 ഏക്കർ ഭൂമിയും റിസോർട്ടും ഉണ്ടെന്നായിരുന്നു നേരത്തെ കോൺഗ്രസുകാർ പറഞ്ഞു വരുത്തിയത്. കഴിഞ്ഞ 3 മാസമായി വ്യാജ ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിച്ചു വരികയാണ്. ഇതിനെല്ലാം നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ദിവ്യ പ്രസ്താവനയിലൂടെ അറിയിച്ചു. എടക്കാട് സോണൽ കിഴുന്ന ബീച്ച് ശുചിത്വ വിനോദ സഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ചു. വാർഡ് കൗൺസിലർ കൃഷ്ണകുമാർ പ്രഖ്യാപനം നടത്തി. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രമോദ് KS, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശ്രുതി K, വിനീത N, ശുചീകരണ തൊഴിലാളികൾ, എടക്കാട് വിമൻസ് ITIയിലെ NSS വളണ്ടിയർമാർ, പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ പോലീസ് മൈതാനിയിൽ 12,000 ചതുരശ്ര അടിയിൽ ഒരുക്കിയിരിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവം 25-ന് ജനത്തിരക്കേറുന്നു. പ്രധാന ആകർഷണം ചൈനക്കാരനായ ഇരപിടിയൻ ചെടി. കുട്ടി കർഷകർ മുതലുള്ള കർഷക സംഗമവും മറ്റ് കലാപരിപാടികളും പുഷ്പോത്സവത്തിന് മാറ്റുകൂട്ടും.
ഭിന്നശേഷി കുട്ടികളുടെ രാഗലയം ഗ്രൂപ്പിന്റെ സ്വാഗത നൃത്തത്തോടുകൂടി ആരംഭിച്ച പുഷ്പോത്സവം 25-ന് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ വൻ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാർഷിക വൃത്തിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. റെസിഡൻഷ്യൽ അസോസിയേഷൻ കൂട്ടായ്മയുടെ കാർഷിക സംഗമവും കുട്ടിക്കർഷകരെ ആദരിക്കലും വനിതാ കർഷക സംഗമവും നടന്നു. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര ഹരിതകർമ്മസേനയെ ആദരിച്ചു. പാചകം മുതൽ കാർഷിക ഫോട്ടോഗ്രാഫി, ഫാബ്രിക് പെയിന്റിംഗ് വരെയുള്ള വിവിധങ്ങളായ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ണാടിക്കൂട്ടിൽ ജലത്തിൽ കൃത്രിമമായി ചെയ്യുന്ന അക്വാസ്കേപ്പിംഗും പുഷ്പോത്സവത്തിന് മാറ്റുകൂട്ടുന്നു. സംസ്ഥാനത്തിനകത്തും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നഴ്സറികളിൽ നിന്നും വിവിധ തരത്തിലുള്ള ചെടികളും നടീൽ വസ്തുക്കളും ഔഷധ സസ്യങ്ങളും ചൈനയിൽ നിന്നുള്ള ഇരപിടിയൻ ചെടിയും ഒരുക്കിയിട്ടുണ്ട്. ഇരപിടിയൻ ചെടിയുടെ പ്രത്യേകത ചെറുപ്രാണികൾ അടുത്തു വരുമ്പോൾ ഈ ചെടിയുടെ മൊട്ട് വിടരുകയും അതിനകത്തുള്ള ദ്രാവകം പ്രാണികളെ ആകർഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെടിക്ക് വെള്ളം ലഭിച്ചില്ലെങ്കിലും വളരെ കാലം നിലനിൽക്കാൻ സാധിക്കും. ചെടിക്ക് കേരളത്തിലെ കാലാവസ്ഥ പ്രതികൂലമാകുമോ എന്ന ആശങ്കയിലാണ് സംഘാടകർ. 55 വർഷത്തിലധികം പ്രായമുള്ള ബോൺസായി മരങ്ങളാണ് മറ്റൊരാകർഷണം. മൺപാത്രങ്ങൾ, ജൈവവളം, ജൈവ കീടനാശിനികൾ എന്നിവയുടെ സ്റ്റാളുകളും കുള്ളൻമാവ്, കവുങ്ങ്, പ്ലാവ് തുടങ്ങിയവയും കേരള വനംവകുപ്പിന്റെ ചന്ദനച്ചെടികളും തേക്കിൻ തൈകളും തയ്യാറാണ്. ഏതാണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾ വിവിധ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഈ പരിപാടി കാണാൻ വേണ്ടി എത്തിച്ചേർന്നു. അത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമേറിയ മുതിർന്ന ആളുകൾ വരെ ഈ പരിപാടിക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഈ പുഷ്പോത്സവത്തിൻ്റെ പ്രത്യേകത. കാരണം വ്യത്യസ്ത വിഭാഗങ്ങളെ ആകർഷിക്കുന്ന രൂപത്തിൽ വ്യത്യസ്തങ്ങളുടെ പരിപാടികൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നുമായി കൊണ്ടുവന്ന ചെടികൾ, അതോടൊപ്പം അമ്യൂസ്മെൻറ്റ് പാർക്ക്, വ്യത്യസ്തമായുള്ള കലാപരിപാടികൾ, വ്യത്യസ്തങ്ങളായുള്ള സെമിനാറുകൾ, ഈ പരിപാടികളാകെ തന്നെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവരെ ആകർഷിക്കുന്നതാണ്. അഗ്രിഹോർട്ടി മേഖലയിൽ ബന്ധപ്പെടുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒട്ടനവധി സെമിനാറുകളും ചർച്ചകളും സംവാദങ്ങളും ഇതിൻ്റെ ഭാഗമായി നടക്കുകയാണ്. പുഷ്പോത്സവ നഗരിയിൽ എത്തിയാൽ കണ്ണിനും മനസ്സിനും കുളിർമയും കുറെ നല്ല ഓർമ്മകളും ധാരാളം ചെടികളുമായും വീട്ടിലേക്ക് മടങ്ങാം. വീണ്ടും ദിവ്യ ബിനാമി ഇടപാടുകളിൽ പുകയുന്നു. പി ദിവ്യയെ വീണ്ടും കുരുക്കിലാക്കുന്ന തെളിവുകൾ പുറത്തുവിട്ട് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ്. കളക്ടറും പ്രതിക്കൂട്ടിൽ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രക്ക് 10.47 കോടി രൂപ നിർമ്മാണ കരാറുകൾ നേരിട്ട് നൽകി. ഈ വിഷയത്തിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന് പങ്കുണ്ടെന്നും ഷമ്മാസ് ആരോപിച്ചു. വിജിലൻസ് പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും ഷമ്മാസ് കൂട്ടിച്ചേർത്തു. ജില്ലാ കളക്ടർ ചെയർമാനും പി ദിവ്യ ഗവേണിംഗ് ബോഡി അംഗവുമായ നിർമ്മിതി കേന്ദ്രയ്ക്ക് കോടികളുടെ കരാർ പ്രവൃത്തികൾ നേരിട്ട് ലഭിച്ചു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നടന്ന പ്രവൃത്തികളിൽ ഏറ്റവും കൂടുതൽ തുകയുടെ കരാർ നിർമ്മിതി കേന്ദ്രയ്ക്ക് ലഭിച്ചത് അരുൺ കെ വിജയൻ ജില്ലാ കളക്ടറായിരുന്ന കാലയളവിലായിരുന്നെന്നും ഷമ്മാസ് ആരോപിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടന്നു. കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഉൾപ്പെടെയുള്ള കരാറുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് കഴിഞ്ഞ ദിവസം ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ റൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ലഭിച്ച കരാറുകളായിരുന്നു, അതിന്റെ ഇടപാടുകളായിരുന്നു. അതും കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിക്കേണ്ടായി. അതിനോട് കിടപിടിക്കുന്ന മറ്റൊരു ഇടപാട് കൂടെ നടന്നിട്ടുണ്ട്. ജില്ലാ നിർമ്മിതി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഒട്ടുമിക്ക എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാർ ഒപ്പിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്കാണ്. ഇക്കാലയളവിൽ 10.47 കോടിയോളം രൂപയുടെ കരാർ ഈ ജില്ലാ നിർമ്മിതി കേന്ദ്രക്ക് കിട്ടി. അതിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, ഈ കരാറുകളെല്ലാം നൽകിയിരിക്കുന്നത് നേരിട്ടാണ് എന്നുള്ളതാണ്. അതിനേക്കാൾ ഗൗരവമുള്ള ഒരു വിഷയം ഈ ജില്ലാ നിർമ്മിതി കേന്ദ്രയുടെ ചെയർമാൻ ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ചെയർമാനും ഇതേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി ദിവ്യ ഗവേണിംഗ് ബോഡി അംഗവുമായിട്ടുള്ള ഒരു ഗവേണിംഗ് ബോഡിയാണ് ഈ നിർമ്മിതി കേന്ദ്രയുടെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത്.
പലതും ചേർത്ത് വായിക്കുമ്പോൾ കളക്ടറും സംശയത്തിന് നിഴലിൽ. സമഗ്ര അന്വേഷണം അനിവാര്യം. ദിവ്യയ്ക്ക് വേണ്ടി കളക്ടർ വഴിവിട്ട് സഹായം ചെയ്തോ എന്നും ദിവ്യയുടെ ബിനാമി ഇടപാടുകൾക്ക് കൂട്ടുനിന്നോ എന്നും അന്വേഷിക്കണമെന്നും ഷമ്മാസ് പറഞ്ഞു. ദിവ്യയുടെ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ആദ്യ പ്രവൃത്തിയായ പടിയൂർ ABC കേന്ദ്രത്തിന്റെ നിർമ്മാണ കരാർ ലഭിച്ചത് നിർമ്മിതി കേന്ദ്ര വഴി. ADA നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹതകൾ കൂടി ഇതോടെ വർദ്ധിക്കുന്നുവെന്നും വിവാദ പ്രസംഗം നടന്ന യാത്രയയപ്പ് യോഗത്തിന് മുമ്പും അതേ ദിവസം PP ദിവ്യ കലക്ടറേറ്റിൽ ഉണ്ടായിരുന്നതായും രേഖകൾ പുറത്തുവിട്ട് മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു. പാലക്കയം തട്ടിലെ ബിനാമി സ്വത്തിടപാടിൽ ബിനാമി കമ്പനി ഉടമയുടെയും ദിവ്യയുടെ ഭർത്താവിന്റെയും പേരിലുള്ള രേഖകൾ തയ്യാറാക്കിയത് ഒരേ സ്ഥലത്ത്. സർക്കാർ ജീവനക്കാരനായ ദിവ്യയുടെ ഭർത്താവ് അജിത്തിന്റെ കൃഷി വല്ലാത്ത കൃഷിയെന്ന് മുഹമ്മദ് ഷമ്മാസ് പരിഹസിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരായ അജിത്തും പ്രശാന്തും തമ്മിലുള്ള ബന്ധമെന്ത്? പ്രശാന്തന്റെ പെട്രോൾ പമ്പും ബിനാമി എന്ന സംശയത്തിന് ബലം പകരുന്നതാണ് പുറത്തുവരുന്ന തെളിവുകളെന്നും ഷമ്മാസ് പറഞ്ഞു. ഒപ്പം PP ദിവ്യയെ വെല്ലുവിളിച്ച് മുഹമ്മദ് ഷമ്മാസ്, ധൈര്യമുണ്ടെങ്കിൽ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ, കാര്യങ്ങൾ നിയമത്തിന്റെ വഴിയിൽ പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. ബിനാമി കമ്പനിയും PP ദിവ്യയുടെ കുടുംബവും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തുവരും. ബിനാമി കമ്പനി ഉടമയുമായി ബന്ധമില്ലെന്ന് പറയാൻ ദിവ്യയ്ക്ക് ധൈര്യമുണ്ടോ എന്നും ഷമ്മാസ് ചോദിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.